ഹായ് ഓൾ, വെൽക്കം ടു അസൈൻഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ സൈക്കോളജി ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അബ്നോർമാലിറ്റി. അബ്നോർമൽ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അതിൽ മെൻ്റൽ ഡിസോർഡേഴ്സ്, അതിൻ്റെ കോസസ്, പിന്നെ ആ ഓരോ മെൻ്റൽ ഡിസോർഡറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ആൻഡ് ഫൈനലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് അബ്നോർമൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ അബ്നോർമൽ സൈക്കോളജിയിൽ അബ്നോർമൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് നോർമൽ അല്ലാത്ത ബിഹേവിയേഴ്സ് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക. അതിനൊരു സിംഗിൾ ആൻസർ ഇല്ല, വിച്ച് മീൻസ് ഒരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് അബ്നോർമലാണ്, ഇത് നോർമലാണ്, അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അതിന് 7 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ 7 ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വെക്കുന്നത്? ബിക്കോസ് ഒരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ബിഹേവിയർ അബ്നോർമലാണോ നോർമലാണോ അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എത്ര അധികം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അത്രയും അധികം സാധ്യത ഉണ്ടാവാം ആ ഒരു പേഴ്സൺ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ്. ആ ഒരു എന്താ പറയുക, ഇൻഡിക്കേറ്റേഴ്സ് എത്ര അധികം ഉണ്ടാവുന്നു അത്രയും സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇൻഡിക്കേറ്ററാണ് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്, വിച്ച് മീൻസ് ഒരാൾക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ പെയിൻ അല്ലെങ്കിൽ സഫറിങ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡിപ്രഷനുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അവർക്ക് ഇപ്പോൾ ഡിപ്രഷൻ കാരണം ചിലപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇതൊക്കെ എന്താണ്, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ് ഒക്കെയാണ്. പക്ഷേ ഇത് എല്ലാ പേഴ്സണിനും സെയിം ആയിരിക്കുമോ? അതായത് ഡിപ്രഷൻ ഉണ്ടാകുന്ന എല്ലാവർക്കും ഇതേ ലെവൽ ഓഫ് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് ആയിരിക്കുമോ ഫീൽ ചെയ്യുക? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഇത് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൻസൈറ്റിയുടെ കാര്യത്തിലും എക്സസീവ് വറി ഉണ്ടാവും, പക്ഷെ അത് എത്ര റേഞ്ച് ആണെന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ്ലി മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു ഡിസ്ട്രെസ് അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്? അതായത് എല്ലാ അബ്നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഡിസ്ട്രെസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേനിയയുടെ കാര്യത്തിൽ അവർക്ക് ഓവറായിട്ടുള്ള ഹാപ്പിനെസ്സും ഭയങ്കര ഹൈ എനർജിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് മെൻ്റൽ ഡിസോർഡർ ഇല്ല എന്നല്ല. അവിടെ സബ്ജക്റ്റീവായിട്ടുള്ള ഡിസ്ട്രെസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ദാറ്റ് ഫാക്ടർ ഇസ് ആബ്സെൻറ്റ് ദെയർ, ബട്ട് സ്റ്റിൽ അവർക്കൊരു മെൻ്റൽ ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അതായത് ഡിസ്ട്രെസ് ഒരു എന്താ പറയുക, ഡിസ്ട്രെസ് ഉണ്ടാവണം ഒരാൾക്ക് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റാത്തൊരു ഫാക്ടറാണ് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഫാക്ടർ, വിച്ച് ഇസ് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്. പിന്നെ സെക്കൻഡ് ഫാക്ടറാണ് മാലഡാപ്റ്റീവ്നെസ്. അതായത് നമ്മുടെ വെൽബീയിങ്ങിനെയോ അല്ലെങ്കിൽ ഡെയിലി ഫങ്ഷനിങ്ങിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ് നമ്മുടെ വെൽബീയിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന പോലത്തെ ഒരു ബിഹേവിയർ ഉണ്ടോ, അതിനെയാണ് നമ്മൾ മാലഡാപ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിപ്രഷനുള്ള ആളുകൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അവരത് എക്സ്പെക്റ്റഡ് ആണ്, ക്ലാസ്സിൽ പോവുക ഒരു വ്യക്തി എന്നുള്ളത് നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിൻ്റെ പാർട്ടാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഡിപ്രഷൻ കാരണം. അപ്പോൾ അവിടെ നമ്മൾ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം അനോറെക്സിയ, വിച്ച് ഈസ് ആൻ ഈറ്റിംഗ് ഡിസോർഡർ, അതിൽ ഒരു ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് അതിനകത്തുള്ളത്. പക്ഷേ ഡേഞ്ചറസ് അളവിലേക്ക് വരെ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അവിടെയും അവർ ഒരു പ്രത്യേക അളവിൽ ഫുഡ് കഴിക്കണം എല്ലാവരും, അല്ലെങ്കിൽ ഒരു മിനിമം അളവിലെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളതൊരു നോർമൽ കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഒരു വെൽബീയിങ്ങിനെ അത് ബാധിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ അവിടെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫാക്ടറിനും ലിമിറ്റേഷൻ ഉണ്ട്, വിച്ച് മീൻസ് എല്ലാ ഡിസോർഡറിനും ഒബ്വിയസ് ആയിട്ടുള്ളൊരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പം ആൻസൈറ്റി ഉള്ളൊരു വ്യക്തി ആയിരിക്കാം, പക്ഷേ അവർക്ക് സ്റ്റിൽ വർക്കിന് പോകാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ അവർ മാലഡാപ്റ്റീവ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതൊരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ തേർഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി, വിച്ച് മീൻസ് ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എത്ര നോർമാലിറ്റി എപ്പോഴും ഒരു മിഡിൽ റേഞ്ചിലായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ എത്ര മാറിയാണുള്ളത്, അല്ലെങ്കിൽ ടുവേർഡ്സ് എക്സ്ട്രീംസ് ആണോ നിങ്ങളുടെ പൊസിഷൻ, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നമ്പേഴ്സായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണക്കെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എത്രമാത്രം റെയർ ആണെന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. അതേപോലെ തന്നെ പക്ഷേ റെയർ ആണെന്ന് വിചാരിച്ചിട്ട് അത് അബ്നോർമൽ ആവണമെന്നില്ല. ഇപ്പം ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണവും കുറവാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം അവർ അബ്നോർമൽ ആണെന്നോ അല്ലെങ്കിൽ ജീനിയസ് ആവുന്നത് ഒരു അബ്നോർമാലിറ്റി ആണോ എന്നോ അല്ല ഉദ്ദേശിച്ച് വരുന്നത്. അതേപോലെ തന്നെ
ഇപ്പോൾ കോമൺ കോൾഡ്, അതായത് നമുക്ക് വരുന്ന സാധാരണ പനി, അതൊക്കെ മിക്ക ആളുകൾക്കും വരുന്നതാണ്. സോ അത് കോമൺ ആയതുകൊണ്ട് അതൊരു പ്രോബ്ലം അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കോമൺ കോൾഡ് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് മിക്ക ആളുകൾക്കും വന്നു പോയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും. എന്നും പറഞ്ഞാൽ അത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആവാതിരിക്കുന്നില്ല. സോ അതായത് അബ്നോർമാലിറ്റി റെയർ ആണെന്ന് പറയുമ്പോൾ പോലും അതിന് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് അത് എന്താ ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ അതോ അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫോർത്ത് ഇൻഡിക്കേറ്ററാണ് വയലേഷൻ ഓഫ് സോഷ്യൽ നോംസ്. അതായത് പൊതുവേ സോഷ്യൽ നോംസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകൾക്കും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ സോഷ്യൽ നോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റൂൾസ് ആണെങ്കിലും മോറൽ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്കിത് വയലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സോ ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ വയലേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അബ്നോർമാലിറ്റിയുടെ. പക്ഷേ അപ്പോഴും ഒരു കൾച്ചറിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം മറ്റൊരു കൾച്ചറിൽ അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. അതായത് കൾച്ചർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഉദ്ദേശിച്ച് വരുന്നത്. ആൻഡ് ഓൾസോ കോണ്ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആ ബിഹേവിയറിൻ്റെ റെലവൻസ് എന്തായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. ഇനി ഫിഫ്ത്ത് പോയിൻ്റാണ് സോഷ്യൽ ഡിസ്കംഫർട്ട്, വിച്ച് മീൻസ് ഒരു ബിഹേവിയർ കാരണം മറ്റു ആളുകൾക്ക് ഒരു അൺഈസിനെസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു എംപ്റ്റി ആയിട്ടുള്ളൊരു ബസ്സിലേക്ക് കയറിയെന്ന് വിചാരിക്കുക. ആൻഡ് ഒരു കോർണറിൽ ഒരു വ്യക്തി മാത്രമേ ഇരിക്കുന്നുള്ളൂ. നിങ്ങൾ എക്സാക്ട്ലി അയാളുടെ അടുത്ത് തന്നെ പോയി ഇരിക്കുകയാണെങ്കിൽ ആ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആ ബസ്സിൽ എത്ര അധികം സീറ്റ് ഉണ്ടായിരുന്നു, ബട്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷേ ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അതായത് സോഷ്യൽ ഡിസ്കംഫർട്ട് ഒരു അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ സിഗ്നൽ അബ്നോർമാലിറ്റി. പക്ഷേ എന്നാൽ പോലും സിറ്റുവേഷൻ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇറാഷണാലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി, വിച്ച് മീൻസ് ഒരു ബിഹേവിയർ എത്രമാത്രം ഇല്ലോജിക്കലാണ് അല്ലെങ്കിൽ സ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ഇറാഷണൽ എന്നൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് ഒരാൾ സ്ക്രീം ചെയ്യുക, അല്ലെങ്കിൽ ഹൈലി ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുക, ഇതൊക്കെ ഇറാഷണാലിറ്റിയും അൺപ്രഡിക്റ്റബിലിറ്റിനെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളിതൊക്കെ ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ബിഹേവിയറാണ് ആ പേഴ്സൺ കാണിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുള്ളൂ ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ ഇറാഷണൽ ആയിരുന്നു അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളത്. പിന്നെ സെവൻത്ത് പോയിൻ്റാണ് അല്ലെങ്കിൽ സെവൻത്ത് ഇൻഡിക്കേറ്ററാണ് ഡേഞ്ചറസ്നെസ്, വിച്ച് മീൻസ് എത്രമാത്രം ഒരു പേഴ്സൺ മറ്റുള്ളവർക്കും അവരവർക്ക് തന്നെയും ഡേഞ്ചർ ആണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വയലൻസ് ലൈക്ക് ചെയ്യാൻ ത്രെട്ട് കൊടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഒരു ഡേഞ്ചറാണ്. ബട്ട് ഇവിടെയും ഒരാൾ ഡേഞ്ചർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡേഞ്ചറസ്നെസ് ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോൾജേഴ്സ്, ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്തുള്ള സോൾജേഴ്സ്, അവർക്ക് തന്നെ ഒരു ത്രെട്ടാണ്. ആൻഡ് ഓൾസോ മറ്റുള്ളവർക്കും അവർ ത്രെട്ടാണ്, അല്ലെങ്കിൽ അവർ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് അതൊരു അബ്നോർമൽ ബിഹേവിയർ ആവുന്നില്ല ഒരിക്കലും. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സ്പോർട്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാർ, അതും അതൊന്നും ഒരു അബ്നോർമാലിറ്റി ആയിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. പക്ഷേ മോസ്റ്റ് പീപ്പിൾ വിത്ത് മെൻ്റൽ ഡിസോർഡേഴ്സ് ആർ നോട്ട് ഡേഞ്ചറസ്, വിച്ച് മീൻസ് നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ മെൻ്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാരും സമൂഹത്തിനൊരു ത്രെട്ട് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള അവസ്ഥകളിൽ മാത്രമേ ഇങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു സിംഗിൾ ഫാക്ടറില്ല. അതായത് ഒറ്റൊരു കാര്യം വെച്ചിട്ട് മാത്രം നമുക്ക് ഒരാൾ അബ്നോർമലാണ്, ഈ ബിഹേവിയർ നോർമലാണ്, അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഈ ഡിഫറെൻറ്റ് 7 ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം അബ്നോർമൽ സൈക്കോളജിയുടെ ബുച്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ if you want me to explain, I can do that in the next video. So thank you for watching. Thank you.